IC ബാലകൃഷ്ണനും ND അപ്പച്ചനും ഇന്ന് നിർണായകം. NM വിജയന്റെ മരണത്തിൽ വയനാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും. ജാമ്യം നൽകരുതെന്ന് പോലീസ്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ നിയമപോരാട്ടത്തിനായി പണപ്പിരിവ് നടത്താൻ CPM 2 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യം. പിരിവ് സ്പെഷ്യൽ ഫണ്ട് എന്ന പേരിൽ. CPM കൊലപാതകത്തെ വ്യവസായമാക്കി മാറ്റിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. റഷ്യൻ പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്തിൽ കേരളത്തിൽ കേസ്. കൊടകര പോലീസ് കേസെടുത്തത് കൂലിപ്പട്ടാളത്തിൽ നിന്നും മോചിതനായ സന്തോഷ് മുഖത്തിന്റെ പരാതിയിൽ. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം കാത്ത് കുടുംബം. കേസ് ഇന്ന് വീണ്ടും റിയാദ് കോടതി പരിഗണിക്കും. ഡൽഹി മദ്യനയക്കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ ചെയ്യാൻ അനുമതി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ അനുമതി നൽകിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും. കെജ്രിവാൾ നാളെ പത്രിക നൽകും. ബോബി ചമ്മണ്ണൂർ ജയിൽ മോചിതനായി. ഇന്നലെ ഇറങ്ങാതിരുന്നത് സഹതടവുകാരെ സഹായിക്കാനെന്ന് ബോബി. 26 കേസിൽ അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000 10,000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 26 പേര് എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നു എന്നുള്ളൂ. ഇവിടെ കോടതി ലക്ഷ്യമല്ലല്ലോ, കടലാസ് ഇവിടെ കിട്ടിയത് നേരം വൈകി, ഇന്നാണ് കിട്ടിയതെന്ന് പറഞ്ഞത്. നടപടികൾ വേഗത്തിലാക്കിയത് ഹൈക്കോടതിയുടെ അസാധാരണ നീക്കത്തിന് പിന്നാലെ. പ്രതിഭാഗം അഭിഭാഷകരോട് ഹാജരാവാൻ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ നിർദ്ദേശം. കൊണ്ടോട്ടിയിൽ ആത്മഹത്യ ചെയ്ത നവവധുവിന്റെ മൃതദേഹം ഖബറടക്കി. ഷഹാന മുംതാസ് ജീവനൊടുക്കിയത് നിറത്തിന്റെ പേരിൽ ഭർത്താവും കുടുംബവും അപമാനിച്ചതിനാലെന്ന് കുടുംബം. പോലീസ് കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കും.